പ്രിയമുള്ളവരെ, രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്നത്തെ ദിവസം അതിനിർണായകം എന്ന് വേണമെങ്കിൽ പറഞ്ഞു തുടങ്ങാം. പക്ഷേ അതിനിർണായകം എന്ന് പറഞ്ഞ് കയ്യടി മേടിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് സത്യം. ആമുഖമായ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന യുവജന നേതാക്കളിൽ ഏറ്റവും കൂടുതൽ ഐക്യമുള്ള ഒരു ചെറുപ്പക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ആദ്യമായി പറയട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വക്കാലത്തിലെത്തുകൊണ്ട് വന്നല്ല, രാഹുൽ മാങ്കൂട്ടം എന്നല്ല, ഷാഫി പറമ്പിലെന്നല്ല, കേരളത്തിലെ മുഖ്യമന്ത്രി എന്നല്ല, ഇന്ത്യയുടെ പരമപ്രധാന സ്ഥാനത്തിരിക്കുന്നവർ പോലും ഒരു സ്ത്രീയെ അപമാനിക്കാൻ പാടില്ല. അങ്ങനെ കരുതിക്കൂട്ടി അപമാനിച്ചിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷ അനുഭവിക്കേണ്ടവരാണ് എന്നാണ് നമ്മുടെ ടീമിൻ്റെ ആഗ്രഹവും. അതുതന്നെയാണ് സംഭവിക്കേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഐക്യു എന്ന് പറയാൻ കാരണം, ഇത്രയേറെ വായനാശീലമുള്ള ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ ഇന്ന് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്സുകാരുടെ ഇടയിലില്ല. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ഭാവിയോ അവന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നോ അവൻ കടന്നു പോകുന്ന വഴികൾ എന്താണെന്നോ അവൻ്റെ ചിന്താധാര എന്താണെന്നോ മനസ്സിലാക്കാത്ത സ്ഥാനമുഖികളായ കുറേ ആൾക്കാരാണ് കോൺഗ്രസ്സിലുള്ളതുകൊണ്ടാണ് അവൻ്റെ ശാപം എന്നുള്ളതാണ് സത്യം. മുഖ്യമന്ത്രിയെപ്പറ്റി നമ്മുടെ പ്രതിപക്ഷ നേതാവ് എന്തെങ്കിലും പറയും. തൊട്ടടുത്ത ദിവസം മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തിയിട്ട് ചോദിക്കും, നമ്മുടെ പ്രതിപക്ഷ നേതാവ് അങ്ങനെ പറയാൻ പാടുണ്ടോ, അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിന് പറ്റിയതാണോ, അദ്ദേഹം ഇത്രയൊക്കെ തരം താഴാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ അതോടെ അടപടലം വീഴുന്ന ആളാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്. അതൊക്കെ പോട്ടെ. ഒരു പൗരന് ഭരണഘടന നൽകുന്ന ഭരണപരമായ അവകാശങ്ങളുണ്ട്. ഒരു ജനപ്രതിനിധിക്ക് അയാൾ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അയാൾക്ക് കിട്ടുന്ന പ്രിവിലേജ് ഉണ്ട്. അതയാൾ മരിക്കുന്നവരെ മുൻ MLA ആയാലും മുൻ മന്ത്രി ആയാലും ഉണ്ട്. അത് ആവശ്യാനുസരണം അനുഭവിക്കുന്നവരാണ് കേരളത്തിലെ CPM എന്നുള്ളതാണ് സത്യം. കോവിഡിൻ്റെ സമയത്ത് ഹോട്ടലിൽ ചെന്ന് ആഹാരം കഴിച്ചിട്ട് പൈസ കൊടുക്കാതെ പോയ ആളിനെ പറ്റി നമുക്കറിയാം. കോവിഡ് നടക്കുന്ന സമയത്ത് തൻ്റെ മാസ്ക് എടുത്ത് ചാനലിൽ നിന്ന് മുഖം തുടച്ച ആൾ വരെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭരണസിരാ കേന്ദ്രത്തിൽ ഈ പറഞ്ഞ നിയമസഭയിൽ ഉണ്ട് എന്ന് നിങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. മെട്രിക്കുലേഷൻ ഇല്ലാത്തവർ നമ്മുടെ നിയമസഭയിലുണ്ട്. അവിടെയാണ് PG ഉള്ള, ഇപ്പോൾ ഡോക്ടറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ട് നിയമസഭയിൽ വരുന്നത്. ഞാനാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെങ്കിൽ അവനെ ഏതു വിധേനയും എൻ്റെ കക്ഷിയുടെ ഒപ്പം എത്തിച്ചേനെ. അത് ചെയ്യാനുള്ള ആർജവും ഞാനായിരുന്നു ഉണ്ടാക്കിയെടുത്തേനെയും എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതുവിടാം. 8/4/2024 നടന്ന ഒരു പ്രശ്നം എല്ലാവർക്കും ഇപ്പോൾ കാര്യങ്ങളറിയാം. 24 hours മെഡിക്കൽ എടുക്കണം, ആ സ്പേം കിട്ടുമെങ്കിൽ അത് കണ്ടെത്തണം, ആ ഹോസ്പിറ്റലിലെ കിടക്കയിൽ നിന്ന് മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കണം, ഫോറൻസിക് എടുക്കണം, ഇരയുടെ മൊഴിയെടുക്കണം, മൊഴി വീഡിയോയിൽ പകർത്തണം, 164 മൊഴിയെടുക്കണം, ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം. ഇങ്ങനെയൊക്കെയുള്ള ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതിനെ വിളിച്ചു വരുത്തി മൊഴിയെടുത്ത് തെളിവുമായി നോക്കി കോൺട്രഡിക്ഷൻ ഒന്നും ഇല്ല എങ്കിൽ അപ്പോഴേ അറസ്റ്റ് ചെയ്യണം. ഇതാണ് നിയമം. റിമാൻഡിലും ആവും. പക്ഷേ അർദ്ധരാത്രിയിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നു. പോലീസുകാർ ഇന്നും ഈ കഴിഞ്ഞ ദിവസവും റിമാൻഡ് കാലാവധി കാലാവധി കഴിഞ്ഞ് ഉച്ചയോടുകൂടി മാവേലിക്കരയിൽ കൊണ്ടുപോകുന്ന വഴിക്ക് അവിടെയും വണ്ടി നിർത്തിക്കൊടുത്തു. ഇന്ന് യുവമോർച്ചക്കാരായിരുന്നു കഴിഞ്ഞ ദിവസം. അവർക്ക് സമരം ചെയ്യാനും വണ്ടിയിലടിക്കാനും അവനെ കോഴിയെന്ന് വിളിക്കാനും തെറി പറയാനും ഒക്കെ നിർത്തിക്കൊടുക്കുന്നത് നമ്മൾ കണ്ടു. ഇതൊരു പ്ലാൻഡ് ആയിട്ടുള്ള കാര്യമാണെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിനെതിരെയുള്ള വാർത്തകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള വാർത്തകൾ ചെയ്യരുത് എന്ന രീതിയിൽ ചിലർ നിർദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. തൻ്റെ കുടുംബ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി 8/4/2024 Club 7 ഹോട്ടലിൽ പ്രൈവറ്റ് കാറിൽ വന്ന് കാത്തിരുന്ന് രാഹുലിനെ കണ്ട് 1 മണിക്കൂറോളം സംസാരിച്ച ശേഷം തിരിച്ചുപോയി. അയാളെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. വന്നു, കണ്ടു, സംസാരിച്ചു പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് വിദേശത്ത് വെച്ച് കണ്ടുമുട്ടിയെന്ന് പറയുന്നു. അവിടെ വെച്ച് ഇവർ ഗർഭിണിയായെന്ന് പറയുന്നു. ഇതൊക്കെ സത്യമാണ്. രാഹുലാണോ അതിൻ്റെ കാരണക്കാരെന്ന് എനിക്കറിയില്ല. ഇവിടെ രാഹുലിൻ്റെ IQ നമ്പർ 1, രാഹുൽ സമ്മതിച്ചിട്ടില്ല തിരുവല്ല ഹോട്ടലിൽ വെച്ച് അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്ന്. തിരുവല്ല ഹോട്ടലിൽ വെച്ച് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞാൽ പരോക്ഷമായി സമ്മതിച്ചാൽ, സാധാരണ തെളിവിനെടുക്കുമ്പോൾ എല്ലാ പ്രതികളും സമ്മതിക്കുള്ളൂ. സമ്മതിച്ചു കഴിഞ്ഞാൽ ആ കേസ് സ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിലേക്കുള്ള പരസ്പര സമ്മതപ്രകാരമാണെങ്കിൽ നടന്നു എന്നുള്ളൊരു കാര്യം അവിടെ വരുന്നുണ്ട്. ഇവിടെ ഒന്നും ചെയ്തൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇനി സംഭവിച്ചിട്ടുണ്ട്, ഗർഭിണിയായി എന്നൊക്കെ പറഞ്ഞാൽ അവിടെ വെച്ചാണ് അതിന് രാഹുൽ കാരണക്കാരെന്ന് പറഞ്ഞാൽ കേസ് എടുക്കാൻ ഇവിടുത്തെ കേരള പോലീസിന് കഴിയത്തില്ല. പിന്നെ ഫോറൻസിക് എടുക്കാൻ പറ്റില്ല. ആ ഹോട്ടലിൻ്റെ റൂം എത്രയോ പ്രാവശ്യം കഴിഞ്ഞ 1.5 വർഷത്തിനുള്ളിൽ പെയിൻ്റ് അടിക്കുകയും അതിൻ്റെ കിടക്ക മാറ്റി വിരിക്കുകയും ആ കിടക്കയിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്കറിയില്ല.
എന്നാലും അവിടുന്ന് കഴിഞ്ഞ ദിവസം ഫോറൻസിക് എന്നെടുക്കാൻ കാര്യമായി. കാരണം അത് മറ്റു പലരുടെയും DNA ആയിട്ട് ചിലപ്പോൾ ബന്ധപ്പെട്ടു പോയിരുന്നെങ്കിൽ അവരോട് കുരുങ്ങിയനും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇപ്പം ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് SIT ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെയും രാഹുലിനെ കുരുക്കി തെളിവ് കോടതിയിൽ കൊടുത്തേ പറ്റൂ. ഈ കേസിൽ ഉണ്ടായിട്ടുള്ള ഈ കേസിൽ നല്ല മുൻ കേസുകളിൽ ഉൾപ്പെടെ ഈ കേസിൽ ഉണ്ടായിട്ടുള്ള 100% പാളിച്ച, 100ന് 101% പാളിച്ചായിട്ടുള്ള കാര്യങ്ങൾ രാഹുൽ വെറുതെ വിടില്ല എന്നുള്ളതാണ് രാഹുലുമായി അടുത്ത വൃത്തങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. ഇനി രാഹുൽ വെറുതെ വിട്ടാലും രാഹുലിൻ്റെ അമ്മ അത് വെറുതെ വിടാൻ സാധ്യതയില്ല. അവരിറങ്ങി തിരിക്കും. അവരത്രമാത്രം നാണം കിട്ടും ആ ഗ്രാമപ്രദേശത്ത്. രാഹുൽ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നിങ്ങളാരും വിചാരിക്കുന്നതോട്ട് ടൗണൊന്നുമല്ല. അടൂരിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ 8 കിലോമീറ്ററിനകത്ത് അകലെ ഉള്ള ഗ്രാമപ്രദേശമാണ് മുണ്ടപ്പള്ളി എന്ന് പറയുന്നത്. ആ മുണ്ടപ്പള്ളിയിലെ ഗ്രാമത്തിൽ സാധാരണക്കാരുടെ ഇടയിൽ മോനെ മക്കളെ എന്ന് വിളിച്ച് അവനെ കൊണ്ടു നടക്കുകയും അവൻ അച്ഛനില്ലാതെ വളർന്ന കുട്ടിയെന്ന രീതിയിലും നല്ല വിദ്യാഭ്യാസമുള്ള പയ്യെന്ന നിലയിലും നല്ല പ്രാസംഗികൻ എന്ന നിലയിലും കൂടാതെ ഞാൻ മനസ്സിലാക്കി കടമ്പനാടുള്ള ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ കുറച്ചുനാൾ കുട്ടികളെ പഠിപ്പിക്കാൻ പോയിരുന്നു ഈ ഇടവേളകളിൽ. അങ്ങനെയൊക്കെയുള്ളൊരു പയ്യനെ ആ നാട്ടുകാർ മൊത്തം അവർ മൂക്കത്ത് വിരൽ വെച്ചിരിക്കുന്ന സമയത്ത് ഇന്നലെ കഴിഞ്ഞ ദിവസം അവനെ അവിടെ കൊണ്ടുപോകുന്ന കാര്യമായി SIT തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുവരുന്നെങ്കിൽ പക്ഷേ പണ്ട് തന്നെ തിരിച്ചു വിട്ടാത്ത അവസ്ഥയിലായി. അത്രമാത്രം പ്രശ്നമായി. IB റിപ്പോർട്ട് അങ്ങനെയാണ്. പോലീസിനെ അവനെ വെളിയിലിറക്കാൻ ഇപ്പോൾ പിടിച്ചതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടായിരിക്കണം എങ്ങനെ ഇതിനെ ഇറക്കി വിടും എന്നുള്ള കാര്യത്തിൽ. എങ്ങനെയെങ്കിലും കോടതി ജാമ്യം കൊടുത്ത് വിടണമെന്നാണ് ഇപ്പം പോലീസുകാർ ആഗ്രഹിക്കുന്നത്. അത്രമാത്രം ബുദ്ധിമുട്ടിയിരിക്കുകയാണ് അവർ. അപ്പോഴേ ഈ 10-18 മാസം 24 കഴിഞ്ഞ് ഇത്രയും നാളായില്ലേ, ഏപ്രിൽ കഴിഞ്ഞു, ഏപ്രിൽ 13, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, 21 മാസം കഴിഞ്ഞു. ഈ 21 മാസം കഴിഞ്ഞപ്പം അതിന് മുമ്പ് നടന്ന ഈ ഗർഭം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ബലാത്സംഗം തെളിയിക്കുന്നത് എങ്ങനെയാണ്? അതിന് നമ്മുടെ നമ്പർ 1 ആരോഗ്യ കേരളത്തിലെ വിദഗ്ധമായ രീതിയിൽ അതിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരും ഡോക്ടർമാരെ കുറ്റം പറയാതെ വിചാരിക്കല്ലേ, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ആരോഗ്യവകുപ്പിന് ചെയ്യുന്ന ആൾക്കാരും എങ്ങനെ ഒരു കേസ് ഫ്രെയിം ചെയ്യണമെന്നും ഏതൊക്കെ രീതിയിൽ കേസിനെ കൈകാര്യം ചെയ്യണമെന്ന് വിചാരിക്കുന്ന നല്ല ബുദ്ധിയുള്ള ക്രിമിനൽ മൈൻഡുള്ള പരാതി എഴുതി നല്ല ശീലമുള്ള ആൾക്കാരും ആഭ്യന്തര വകുപ്പിലെ പോലീസ് സേനയിലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അവരൊന്നുമല്ല ഈ 1% 0.5% ഒക്കെ വരുന്ന ആൾക്കാരിൽ കുറേ ആൾക്കാരുടെ ചേർന്ന് ടീമിനെ ഉണ്ടാക്കിയിട്ട് ആ ടീം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകണം. മനുഷ്യ ശരീരത്തിൽ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഈ പറയുന്ന ഒരു സ്പേം ചെന്നിട്ടുണ്ടെങ്കിൽ 21 മാസത്തിന് ശേഷം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ലോക ചരിത്രത്തിൽ മഹാത്ഭുതങ്ങളിലൊന്നായി മാറാൻ പോകുന്ന ഒരു കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ്. ഈ കേസിനെ പറ്റി പഠിക്കാൻ വേണ്ടി വിദേശത്തു നിന്നുള്ള പോലീസുകാരും ഒക്കെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കേരളത്തിലേക്ക് വരുന്നു എന്നൊക്കെ ഒരു വാർത്ത വന്നാൽ നിങ്ങൾ അതിശയിക്കേണ്ട കാര്യമില്ല. സ്കോട്ട്ലൻഡ് പോലീസാണ് ഏറ്റവും നല്ല പോലീസ്. അവർക്ക് പോലും ഇന്നുവരെ ചെയ്യാൻ പറ്റാത്ത, അമേരിക്കൻ പോലീസിന് പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് കേരളത്തിലെ ഈ പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിനെപ്പറ്റി പഠിക്കുന്നതിനും അവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ ഇതിനെപ്പറ്റി ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയും അവിടുത്തെ പോലീസ് സേനയിലെ ട്രെയിനിങ് സെൻ്ററുകളിൽ ഇതിനെപ്പറ്റി ക്ലാസ് എടുക്കുന്നതിനൊക്കെ വേണ്ടി വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികൾ ചർച്ച നടത്തിയിട്ടുണ്ട് എന്നൊരു വാർത്ത വന്നാൽ അതിശയിക്കരുത്, അസത്യമായിരിക്കും. ലോകത്ത് എന്തെങ്കിലുമൊക്കെ നടക്കുമെങ്കിൽ അതിങ്ങനത്തെ കാര്യങ്ങൾ കേരളത്തിലെ നടക്കൂ എന്നുള്ളതാണ് സത്യം. CPMൻ്റെയോ BJPയുടെയോ ഒരു ജനപ്രതിനിധിയെ പാർട്ടിയിൽ നിന്ന് തള്ളിക്കളഞ്ഞതിന് ശേഷവും ഈ രീതിയിൽ അറസ്റ്റ് ചെയ്യുകയും മറ്റുള്ളവർക്ക് ചീമുട്ട എറിഞ്ഞു കൊടുക്കുവാനും കല്ലെറിയാനും പോലീസ് നിർത്തി കൊടുക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുന്നു മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും ഒക്കെ ചെയ്തത് തങ്ങളുടെ പിതാക്കന്മാർ കടന്നുപോയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ കോൺഗ്രസ്സുകാരനെ ആയിരിക്കുമെന്നല്ല. നിങ്ങൾ എഴുതി വെച്ചോ, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള പല കോൺഗ്രസ് നേതാക്കന്മാർക്കും വോട്ട് കിട്ടാത്ത അവസ്ഥയിലാണ് കേരളം ഇന്ന്. നിങ്ങൾ കാണുന്ന പൊതുജനങ്ങളൊന്നും അല്ല വോട്ട് ചെയ്യേണ്ടത്, സ്ത്രീകളാണ് വോട്ട് ചെയ്യേണ്ടത്. സ്ത്രീകൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ കോൺഗ്രസ്സുകാർക്ക്, രാഹുലിനെതിരെ സംസാരിച്ചിട്ടുള്ള കോൺഗ്രസ്സുകാർക്ക് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ അടിവരയിട്ട് പറയുന്നു, അവരാരും കൈപ്പത്തിയിൽ ചിഹ്നത്തിൽ കുത്തില്ല. അതേ രീതിയിലുള്ള കമൻറ്റുകളും അതേ രീതിയിലുള്ള ഫോൺ കോളുകളുമാണ് ഓരോ യൂട്യൂബേഴ്സിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിനിയെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കാലിൻ്റെ അടിയിലെ മണ്ണൊലിച്ചു പോകുമ്പോഴും അഭിമാനമോ ഏതാണ്ടൊക്കെ തങ്ങൾ എന്തൊക്കെയാണെന്നുള്ള രീതിയിൽ ഇരിക്കുന്ന ഈ നേതാക്കന്മാരോട് ശരിക്കും പറഞ്ഞ പരമ പുച്ഛമുണ്ട് സമൂഹത്തിന് എന്നുള്ളതാണ് സത്യം. നിങ്ങളുടെ ആൾക്കാരുടെ ഈ ജാഥ അവിടുന്ന് കാസർഗോഡ് നിങ്ങൾ ജാഥ നടത്തുന്നതിന് പകരം നിങ്ങളുടെ ആൾക്കാരെ കൊണ്ട് നിങ്ങൾ രഹസ്യമായിട്ട് ഇതൊരു സർവേ നടത്തി നോക്ക്. നമുക്കറിയാം കാര്യങ്ങളൊക്കെ. നിങ്ങൾ സാധാരണ ജനങ്ങളുടെ ഇറങ്ങി സംസാരിക്കും, പത്രക്കാരോടല്ലാതെ. അതിന് ധൈര്യമുണ്ടോ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കാർക്കെങ്കിലും? കൊണ്ടിറങ്ങ്, അവർ പറയും കാര്യം. ക്ലബ് 7 പോലുള്ള ഹോട്ടൽ എന്ന് പറഞ്ഞാൽ MC റോഡിൻ്റെ സൈഡിലാണ്. അവിടെ നിന്ന് ഒരാൾ റൂമിൽ നിന്ന് വിളിച്ചാൽ ഇത് വെച്ചാൽ പോലും തൊട്ടടുത്തുള്ള ഓട്ടോയിൽ നിന്ന് ആൾക്കാർ കടന്നു വരാൻ പറ്റും. ആ ബിൽഡിങ്ങിനകത്ത് കച്ചവട സ്ഥാപനങ്ങളുണ്ട്, അവിടെ നിന്ന് ആൾക്കാർ വരാൻ പറ്റും. അതൊന്നും ഈ റേപ്പ് നടന്ന സമയത്ത് നടന്നില്ല എന്നുള്ള സത്യം. പിന്നീട്
പുറത്തുവിട്ട ചാറ്റിൻ്റെ പുറത്ത് എന്തുകൊണ്ട് ഫെന്നിനെതിരെ കഴിഞ്ഞ ദിവസം കേസെടുത്തെന്ന് വെച്ചാൽ അതിനകത്ത് ഇങ്ങോട്ട് അയക്കുന്ന ചാറ്റിനകത്ത് അവൻ പ്രസ്സപ്പെടുത്തിയിരിക്കുന്നതിനകത്ത് 4 മണിക്കൂർ സമയം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റയ്ക്ക് വേണം എന്നാവശ്യപ്പെടുന്നുണ്ട്. ഓഫീസിൽ ചെല്ലാൻ പറയുമ്പോൾ അത് പറ്റില്ല എന്ന് പറയുന്നുണ്ട്. കാറിനുള്ളിൽ MLA ബോർഡില്ലാത്ത കാറിനുള്ളിലാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെയാണോ അതിജീവിതത്തെ അപമാനിക്കുക എന്ന് പറയുന്നത്? ഈ ചാറ്റ് തന്നെയല്ലേ നിങ്ങൾ റിട്ടയർ ചെയ്തെടുത്താലും കോടതിയിൽ കൊടുക്കാൻ പോകുന്നത്? ഒരു സൈഡിലെ ചാറ്റും കൊണ്ട് മാത്രം പോകാൻ പറ്റില്ല, അപ്പുറത്തേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടി വരത്തില്ല. അന്നേരം എന്തിനെ ഇങ്ങനെ ജനത്തിനെ അപമാനിക്കുന്നു? ഇലക്ഷൻ വരാൻ പോകുന്ന സർക്കാരെ ഇനിയെങ്കിലും മാന്യമായ രീതിയിലുള്ള ഒരു സമീപനം ഈ കാര്യങ്ങൾ ഉണ്ടാകണം. ബഹുമാന്യനായ മുഖ്യമന്ത്രി നല്ല രാഷ്ട്രീയ പരിണതപ്രജ്ഞനായ മനുഷ്യനാണ്. അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിക്കുകയോ അല്ലെങ്കിൽ ചെയ്തു വെച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ തലയിൽ കൊണ്ട് വെക്കുകയോ ചെയ്യുന്നു എന്നുകൂടി മനസ്സിലാക്കണം. കാരണം ലോകത്തൊരു ഭരണാധികാരിയും തങ്ങൾക്കെതിരായിട്ട് പൊതുജനം നിൽക്കുന്ന സമയത്ത് ഏതൊക്കെ സമയത്ത് നിങ്ങൾ എത്രമാത്രം രാഹുലിനെ അങ്ങോട്ട് ഇകഴ്ത്താൻ ശ്രമിക്കുന്നോ അല്ലെങ്കിൽ തച്ചുടയ്ക്കാൻ ശ്രമിക്കുന്നോ, പോലീസിങ് അവൻ്റെ മണ്ണിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു, ആ സമയത്തെല്ലാം അതിൻ്റെ 10 ഇരട്ടി വോട്ട് CPM നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓർക്കുക. അതുതന്നെയാണ് കോൺഗ്രസിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടാകണം നിങ്ങൾക്ക്. നിങ്ങൾ ഏതൊക്കെ ഐഷ്യാപ്പൊറ്റിയെ കൊണ്ടുവന്നാലും ജനം വോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങളൊന്നും മുഖ്യമന്ത്രി ഒന്നാകാൻ പോകുന്നില്ല. അത് സതീശന് ഓർമ്മ വേണം. ഈ പറഞ്ഞ എല്ലാവർക്കും രാഹുലിനെ ഇപ്പോൾ ചവിട്ടിക്കൊണ്ട് തങ്ങൾ വലിയ മാന്യന്മാരാണെന്ന് പറയുന്ന ആൾക്കാർക്ക് പണ്ട് മൊബൈൽ ഇല്ലാത്തതുകൊണ്ടും ലാപ്ടോപ്പ് ഇല്ലാത്തതുകൊണ്ടും മെസ്സേജ് അയക്കാൻ പറ്റാത്തതുകൊണ്ടും ആണ് എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഇതിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. അതിന് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ മൈൻഡ് അപ്ലൈ ചെയ്ത് ഈ കേസിനെ വിശദമായ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വക്കീൽ ബെയിൽ ആപ്ലിക്കേഷനിൽ വാദം പറയുന്ന സമയത്ത് പറയുന്ന ഓരോ പോയിന്റുകളും ക്ലിയർ ആണെന്നും അത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമമായി തട്ടിച്ചു നോക്കുമ്പോൾ രാഹുലിൻ്റെ വക്കീൽ പറയുന്നത് സത്യമാണെന്നും മനസ്സിലാക്കുന്ന ഒരു മൈൻഡ് അപ്ലൈ ചെയ്ത് സമയമെടുത്ത് ചിന്തിക്കാൻ പറ്റുന്ന ജുഡീഷ്യൽ ഓഫീസറാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് തിരുവല്ല കോടതിയിൽ നിന്ന് തന്നെ ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ജാമ്യം തള്ളും. തൊട്ടടുത്ത ദിവസം തന്നെ തിങ്കളാഴ്ച തന്നെ അത് പത്തനംതിട്ട ജില്ലാ കോടതിയിൽ വരികയും അവിടുന്ന് രാഹുലിന് ജാമ്യം കിട്ടാനുള്ള സാധ്യതയാണ് ഈ കേസിൽ കാണുന്നത്. എനിക്ക് പൊതുസമൂഹത്തിൽ പറയാൻ ഇത്രയേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടം നിയമസഭയിലെത്തണം 20-ാം തീയതി. അതായിരിക്കണം കേരളത്തിലെ രാഹുലിനെ സ്നേഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ പ്രാർത്ഥന അങ്ങനെയായിരിക്കണം. അതുണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.